നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തെ അമ്പരപ്പിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രശസ്ത സിനിമാ നടനുമായ ദേവൻ പാർട്ടി വിട്ടു. ആലപ്പുഴ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലാണ് ദേവന്റെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനം. താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും അടങ്ങുന്നതാണ്. കഴിഞ്ഞ 5 വർഷം സംസ്ഥാന ബി.ജെ.പിയിൽ അത് കണ്ടില്ല. എന്റെ ലൈൻ ഇതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ബി.ജെ.പിക്ക് വേണ്ടി അഗ്രസീവായി പ്രവർത്തിച്ചു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിൽ തന്റെ സംഭാവന ഉണ്ടായിരുന്നതായി അദ്ദേഹം തന്നെ സമ്മതിക്കും. അത്രയും സംഭാവന താൻ നൽകിയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. 4-5 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ തീരുമാനമെടുത്തിരുന്നു. ഈ വേദിയിൽ പ്രഖ്യാപനം നടത്തണമെന്ന് ഇവിടെ ഇരുന്ന ശേഷമാണ് തീരുമാനിച്ചത്. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ദേവൻ പറഞ്ഞു. തൃശൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിരുന്നതായി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ മത്സരിക്കാൻ പറ്റില്ലെന്ന് ബി.ജെ.പി. നേതൃത്വം അന്ന് പറഞ്ഞു. തൃശൂരിന് പകരം പുതുക്കാട് നൽകാമെന്ന് പാർട്ടി പറഞ്ഞെങ്കിലും അത് പാലിച്ചില്ല. ദേവൻ മുൻപ് പ്രതികരിച്ചിരുന്നു. അതേസമയം ഇതേ വേദിയിലുണ്ടായിരുന്ന ബി.ജെ.പി. നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ ദേവന്റെ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി. രാജി പ്രഖ്യാപിക്കേണ്ട വേദി ഇതായിരുന്നില്ല. ദേവന്റെ രാജി പ്രഖ്യാപനം എന്നെ അത്ഭുതപ്പെടുത്തി. ബി.ജെ.പി. ആവശ്യമായ പരിഗണന ദേവന് നൽകി. പാർട്ടിക്കൊപ്പം ചേർന്നതിന് ശേഷം പിന്നാലെ സംസ്ഥാന ഭാരവാഹിയാക്കി. ബി.ജെ.പി. വിടാനുള്ള കാരണം എന്തെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ കൂടുതൽ മറുപടി പറയുന്നില്ല എന്നായിരുന്നു ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത്. 2021 കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കണ്ടതിനെ തുടർന്നാണ് ദേവൻ സ്വന്തം പാർട്ടിയായ നവകേരള പീപ്പിൾസ് പാർട്ടി ബി.ജെ.പിയിൽ ലയിപ്പിച്ച് ബി.ജെ.പി. നേതാവായി മാറിയത്. 2004 നവകേരള പീപ്പിൾസ് പാർട്ടി അദ്ദേഹം സ്ഥാപിച്ചത്. അതേ വർഷം വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ കേരള പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇതാദ്യമായല്ല ബി.ജെ.പിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നത്. നടൻ ഭീമൻ രഘു ബി.ജെ.പിയിൽ എത്തുകയും പിന്നീട് രാജിവെച്ച് CPM-ൽ ചേരുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശേഷമായിരുന്നു രഘുവിന്റെ കൂറുമാറ്റം. സംവിധായകൻ രാജസേനും ബി.ജെ.പി. വിട്ട് CPM-ൽ എത്തിയിരുന്നു. എന്തായാലും ഈ രാജികളെല്ലാം ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്.